ഹലോ ഗായ്സ്, അപ്പോൾ എന്നത്തെയും വാഗ്ദാനം പോലെ വീഡിയോ കണ്ടിന്യൂസ് ഇടാമെന്നുള്ളത് എഗെയിൻ ഫ്ലോപ്പായിരിക്കുകയാണ്. എന്നും വീഡിയോ ഇടണം എന്നും ഇതാക്കണം എന്നൊക്കെ വിചാരിക്കും, പക്ഷെ നമ്മുടെ തിരക്ക് കാരണം ഒന്നിനും പറ്റാറില്ല. അപ്പോൾ ഇന്നത്തെ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് റീൽസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേനും പെട്ടെന്ന് ഫ്രൈഡ് റൈസ് കഴിക്കാനുള്ളൊരു ക്രേവിങ്സ് വന്നു. അതും കടയിൽ നിന്ന് മേടിച്ചൊന്നും കഴിച്ചാൽ പോരാ, സ്വന്തം കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കി നമ്മുടെ കിറ്റിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സാറ്റർഡേ ഉച്ചവരെ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ടൊന്ന് ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വൈകിട്ട് പർച്ചേസിങ്ങിന് ഇറങ്ങി. ഇവിടെ തൊട്ടടുത്ത കടയിൽ നിന്ന് വേണ്ട റൈസും അതുപോലെ വെജിറ്റബിൾസും മുട്ടയെല്ലാം മേടിച്ച് കൊണ്ടുവന്നു, സോസും എല്ലാം മേടിച്ച് കൊണ്ടുവന്നു. എന്നിട്ട് നമ്മളൊരു 6:30 സ്റ്റാർട്ട് ചെയ്തതാണ് ഉണ്ടാക്കാൻ കെറ്റിലിൽ. ഈ കെറ്റിലിൽ നമ്മുടെ അടുത്ത് മറ്റേ കെറ്റിലായതുകൊണ്ട് തന്നെ അതിൽ കുറച്ച് ക്വാണ്ടിറ്റിയാണ് അറ്റ് എ ടൈം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഓരോ മൂന്ന് തവണയായിട്ടാണ് നമ്മൾ റൈസ് ഫസ്റ്റ് വേവിച്ചെടുത്തത്. അത് ആയപ്പോൾ തന്നെ ഒരു നേരമായി. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുട്ട എടുത്ത് മാറ്റി റെഡിയാക്കി. അത് കഴിഞ്ഞിട്ട് വെജിറ്റബിൾസ് സോട്ട് ചെയ്തു. അതൊക്കെ കഴിയുമ്പോഴത്തേനും അതിൻ്റെ ഇടയിൽ നമ്മുടെ കെറ്റിൽ നമുക്ക് പണി തന്നു. കാരണം കണ്ടിന്യൂസ്ലി അത്രയും നേരം ഒരു 6:30 to 9:30 വരെ കെറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കെറ്റിൽ പണി തന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അതിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ഇത് ഓണാകുന്ന മാത്രമല്ല, ഇടയ്ക്ക് ഓണാകും ഇടയ്ക്ക് ഓഫാകും, അങ്ങനെ. പിന്നെ എന്തോ ഭാഗ്യത്തിന് അത് ലാസ്റ്റ് റെഡിയായി. എന്നിട്ട് നമ്മളിതെല്ലാം ചെയ്ത് ലാസ്റ്റ് എല്ലാം മിക്സ് ചെയ്തു, സോസൊക്കെ ഒഴിച്ചു. ഞങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, എന്തായാലും നൈസായിരുന്നു. ഫ്ലോപ്പാവുമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ അടിപൊളിയായിരുന്നു. ഹോസ്റ്റലിൽ എല്ലാവർക്കും കൊടുത്തു, എല്ലാവർക്കും ഇഷ്ടമായി. പക്ഷെ ഞങ്ങൾക്ക് അത് എന്താ പറയുക, ഫുഡ് കണ്ടപ്പോൾ തന്നെ വയറായിരുന്നു, ആസ്വദിച്ചിട്ട് കഴിക്കാൻ പറ്റിയില്ല. എന്നാലും അടിപൊളിയായിരുന്നു ഗൈസ്.